ഹായ് ഹലോ എല്ലാവർക്കും ക്വിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്യാൻ മറക്കരുത്. തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം, ഓപ്ഷൻ ഡി ഒന്നാം വട്ടമേശ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന 1929 ഡിസംബർ 19 കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുന്നത് എന്ന് കൂടി ഓർക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ സിവിൽ നിയമലംഘനം, ഓപ്ഷൻ ബി നിസ്സഹരണ സമരം, ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഡി പൂർണ്ണ സ്വരാജ്. ഉത്തരം ഓപ്ഷൻ ബി നിസ്സഹരണ സമരം. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ എ രാജ് ബിഹാരി ബോസ്, ഓപ്ഷൻ ബി ജയപ്രകാശ് നാരായൺ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്. ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് രാജ് ബിഹാരി ബോസ് എന്ന കാര്യം കൂടി ഓർക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻ എ വാഞ്ചി അയ്യർ, ഓപ്ഷൻ ബി അരുണ അസഫ് അലി, ഓപ്ഷൻ സി ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഉത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന 1987 ലഭിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി WC ബാനർജി, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ലോകമാന്യ, മറാത്ത കേസരി എന്നീ വിശേഷണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 42ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ സി 52ാം ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ ഡി 54ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ബി 44ാം ഭരണഘടനാ ഭേദഗതി. ജനതാ ഗവൺമെന്റ് ഭരണകാലഘട്ടത്തിലാണ് 1978 ഈ ഭേദഗതി ഉണ്ടാകുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഓപ്ഷൻ എ സുപ്രീം കോടതി, ഓപ്ഷൻ ബി ജില്ലാ കോടതി, ഓപ്ഷൻ സി ഹൈക്കോടതി, ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റ് കോടതി. ഉത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1 കാര്യം ഓർക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ഡോക്ടർ S രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നത് 1947 ഓഗസ്റ്റ് 29 ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണെന്ന കാര്യം ഓർക്കുക. പത്താമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ പരമാധികാരം, ഓപ്ഷൻ ബി സ്ഥിതി സമത്വം, ഓപ്ഷൻ സി റിപ്പബ്ലിക്, ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഓപ്ഷൻ ബി റൗലറ്റ് നിയമം, ഓപ്ഷൻ സി വാഗൻ ട്രാജഡി, ഓപ്ഷൻ ഡി ചൗരി ചൗര സംഭവം. ഉത്തരം ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലാണ് ഇത് നടക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ കെ കേളപ്പൻ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഓപ്ഷൻ എ നരേന്ദ്രൻ, ഓപ്ഷൻ ബി കുമാരഗുരുദേവൻ, ഓപ്ഷൻ സി അയ്യപ്പൻ, ഓപ്ഷൻ ഡി നാണു. ഉത്തരം ഓപ്ഷൻ സി അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലബാർ കലാപം. ഉത്തരം ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ സി തൃശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ ഡി വി പി മേനോൻ. ഉത്തരം ഓപ്ഷൻ ഡി വി പി മേനോൻ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയാണ് ഇദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി, ഓപ്ഷൻ ബി ദാമൻ, ഓപ്ഷൻ സി ദീവ്, ഓപ്ഷൻ ഡി ഗോവ. ഉത്തരം ഓപ്ഷൻ എ പോണ്ടിച്ചേരി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഓപ്ഷൻ എ എച്ച് എൻ കുൻസ്ട്രു, ഓപ്ഷൻ ബി പി എൻ പണിക്കർ, ഓപ്ഷൻ സി ഫസൽ അലി, ഓപ്ഷൻ ഡി കെ എം പണിക്കർ. ഉത്തരം ഓപ്ഷൻ ഡി കെ എം പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശനം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ കെ എം പണിക്കർ എന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി അമേരിക്ക. ഉത്തരം കമന്റ് ചെയ്യും.